ഹായ്, ഞാനും എൻ്റെ കുഞ്ഞിപ്പെണ്ണും ഇന്ന് ക്യാമറാമാന്മാരാരുമില്ല. നാദപ്പൻ സ്കൂളിൽ പോയി, ചേട്ടൻ ജോലിക്ക് പോയി. അപ്പോൾ എന്തായാലും വീഡിയോ എടുത്തേ പറ്റുള്ളൂ. കാര്യം ഇന്ന് നമ്മുടെ പേരാപ്പൂര് താലപ്പൊലിയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് താലപ്പൊലിയുടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കാം. ധാരന്ന് കണ്ടോ, ഒന്ന് ചിരിക്കമ്മ. എത്ര ദിവസമായി നിങ്ങളെ ചിരി എല്ലാവരും കണ്ടിട്ട്? ചിരിക്ക്. ചിരിച്ചാ ചിരിച്ചാ ചിരിക്കാറാണോ? ആയി വരുന്നില്ല. കുറച്ച് ഒരു 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കില്ല. അപ്പോൾ സംസാരിച്ച് ഓവറാക്കണില്ല. നമുക്ക് താലപ്പൊലി സാധനങ്ങൾ വാങ്ങുന്നതും താലപ്പൊലിയുടെ അപ്ഡേഷൻസും ഒക്കെ കാണാവേ. അമ്മ ഇങ്ങനെ ഇരിക്കുന്നതിൽ ഭയങ്കര സങ്കടമാണ്. ഈ നടയിലൊന്നും അങ്ങനെ ഇങ്ങനെ ഇരിക്കാറില്ല. എപ്പോഴും നുള്ളിയും പറക്കിയൊക്കെ നടക്കും. ഇരിക്കുന്ന ഒരു ചെറിയ വിഷമമുള്ള കാര്യമാണ്. അയ്യോ, അതിനടുത്ത് ബാക്കി പായസമോ? ഞാൻ വിചാരിച്ചു വേറെ എന്തോ ആയിരിക്കുമെന്ന്. ഞാൻ പേടിച്ചു പോയി. പായസം, പൊങ്കാല പായസം കഴിച്ചില്ലേ? രാവിലെ കഴിച്ചാ? ഓക്കെ, അപ്പോൾ ബാക്കി കാണാവേ. അമ്മ ഞാനേ ഒന്ന് പുറത്ത് കൊച്ചിനെ അംഗൻവാടിയിലാക്കിയിട്ട് വരാമേ, കേട്ടാ? കൊച്ചിനെ അംഗൻവാടിയിലാക്കി വന്നിട്ട് സാധനവും വാങ്ങിച്ചിട്ട് വരാം, കേട്ടാ? കിടക്കാൻ പോണെങ്കിൽ പോയി കിടന്നോണേ, കേട്ടാ? അമ്മയോട് ടാറ്റയും പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെ അംഗൻവാടിയിലാക്കിയിട്ട് ഞാൻ നേരെ പോയത് പേരൂർക്കരയുള്ള നമ്മുടെ സുഭാഷേട്ടൻ്റെ കടയിലാണ്. നിങ്ങൾ ഈ കട നേരത്തെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ മോസ്റ്റ് ടൈമും അവിടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ പട്ടുപാവാട കളക്ഷൻസ് ഉണ്ടാവും എന്നറിയായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ നിന്നാണ് കുഞ്ഞയ്ക്ക് താലപ്പൊലിക്ക് പട്ടുപാവാട എടുത്തത്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നേ. പക്ഷേ കുഞ്ഞിപ്പെണ്ണിൻ്റെ സൈസിനൊത്ത് അങ്ങ് സെറ്റ് ആവണില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന കളർ എടുക്കുമ്പോൾ അവളെ സൈസ് കണക്കാവില്ല. അവളെ സൈസിനൊത്ത് എടുക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭംഗി വരണില്ല. അങ്ങനെ ഒടുവിൽ തപ്പി പിടിച്ചവരെണ്ണം അങ്ങ് സെലക്ട് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടതാണേ. അവളുടെ അച്ഛന് മയിൽപ്പീലുള്ളതിനെ വേണം പോലും. പിന്നെ മയിൽപ്പീലിൽ തന്നെ അങ്ങ് പിടിച്ചു. പിന്നെ നേരെ പോയത് പൂക്കടയിലോട്ടാണേ. അവൾക്ക് ജണ്ട് വാങ്ങണം, കൊഴുന്ന് വാങ്ങണം, ഹാരം വാങ്ങണം, പൂവ് വാങ്ങണം. എൻ്റെ മുല്ലച്ചി പൂത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും തികയില്ലെങ്കിലോ എന്ന് എഴുതിയിട്ട് ഞാൻ പിന്നെ പൂവും കൂടി മേടിച്ചു. അങ്ങനെ എല്ലാം കൂടി വാങ്ങിച്ച് പറക്കി നേരെ വീട്ടിലോട്ടെ. ഇന്ന് താലപ്പൊലിക്ക് പോവാനായിട്ട് ഞങ്ങളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കിയില്ല, ഇനി കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കണം. ചേട്ടൻ പോയി നോക്കിയപ്പോൾ കൊടപ്പനക്കുന്ന് എത്തിയതേ ഉള്ളൂ. നമ്മുടെ കുന്നത്ത് മഹാദേവൻ ക്ഷേത്രത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുക്കോല വഴി കറങ്ങിയാണ് വരണേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മുക്കോലിൽ നിന്ന് കയറാൻ നേരം. കാര്യം ഇവൾക്ക് ഇത്രയും ക്ഷമ ഇല്ല. അടുത്ത വർഷമൊക്കെ നമുക്ക് അവിടുന്നേ വരാം. അപ്പൊ ഞാനിത് ഇനി ഇറങ്ങണം. അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാണ്. അമ്മയെ കൊണ്ടുപോകാത്തല്ല, അമ്മ വരണില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച് പിന്നെ വേറൊരു കാര്യം നിർബന്ധിച്ചിട്ട് കൊണ്ടുപോകാനും പറ്റൂല. കാര്യം കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ നോക്കണം. ഒരു കയ്യിൽ താലം, ഒരു കയ്യിൽ കുഞ്ഞി, എല്ലാം നോക്കണമല്ലോ. അപ്പൊ അമ്മയെ നോക്കാൻ ആളില്ല. അപ്പം ഫുഡ് കൊടുക്കുവാണ്. ഇന്ന് ചപ്പാത്തിയും ഗോബി മഞ്ചൂരി വാങ്ങിച്ചു. കാര്യം വീട്ടിൽ ഞാൻ ഒന്നും വച്ചില്ല. മെയിൻ ഇവിടെ നോണില്ലാതെ ഭയങ്കര പാടാണ്. അപ്പൊ എന്തിനു വെറുതെ വെച്ച് തട്ടുന്ന നേരത്തൊന്നും വച്ചില്ല. അതായപ്പോ കൊടുക്കാൻ പോവാണ്. കൊടുത്ത് എന്നിട്ട് അമ്മ കിടക്കാൻ പോകും. ഞാനേ ഇന്ന് ചോറ് വെച്ചില്ല കേട്ടാ. ചപ്പാത്തിയും കറിയേ ഉള്ളൂ. ചപ്പാത്തി വാങ്ങിച്ചു. നമ്മളെ പേരാപ്പൂര് താലപ്പൊലിക്ക് പോവേണ് കേട്ടാ. ഇപ്പൊ പോവാൻ പോകുന്നു. ഇപ്പൊ പോണ. ഇപ്പോഴും രാത്രി മുക്കോലെന്ന് കേറാന്ന് വിചാരിച്ചു. വരണാ? താലപ്പൊലിക്ക് പോണുണ്ട്. വരുന്നുണ്ടാ? നിങ്ങൾ വരുന്നുണ്ടാ? ഉറങ്ങോ? ഉറങ്ങണോ? അപ്പം എനിക്ക് നിക്കാൻ വയ്യേ? കൊറേ നടക്കണം. മുക്കോലിന്ന് ഇതുവരെ നടക്കണം. നമ്മള് പോട്ടാ. അപ്പം ഗുളിയും കഴിച്ചോണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളോ? എന്തൊരു കേട്ടില്ല. പോയിട്ട് വരാനാ? കിടക്കാന്നാ? കഴിക്കും ഞാൻ. അമ്മ ഈ കറി മാത്രം വാരി തിന്നാലേ ഈ ചപ്പാത്തി എങ്ങനെ തിന്നും? കറി മാത്രം വാരി തിന്നാ ചപ്പാത്തി തിന്നാൻ കറി വേണ്ടേ? കറി കൊള്ളാമോ? വെളിയിൽ നിന്ന് വാങ്ങിച്ച കറി, ഞാൻ വെച്ചതല്ല.
നാളെ ചോറ് വയ്ക്കണേ. നാളെ വയ്ക്കും, ഞാൻ വയ്ക്കും. ഞാൻ ഇന്ന് പിന്നെ ഇവിടെ ഈ മീനൊന്നും വെച്ചുകൂടാ. ഇന്ന് ഇപ്പൊ താലപ്പൊലി എടുക്കുമ്പോ മീൻ വെക്കണ എങ്ങനെ, അതുകൊണ്ടാണ് ഇന്ന് ചോറൊന്നും വെക്കാത്ത. കേട്ടാ, വയ്ക്കണം. നാളെ വെക്കാം. നിങ്ങൾ കഴിക്കാൻ. ഞാൻ പോയി കൊച്ചിനെ ഇറക്കട്ടാ. ഞാൻ പോയേ കൊച്ചിനെ ഇറക്കണം. നിങ്ങൾ കഴിച്ചിട്ടിരിക്കും, മരുന്ന് തന്നിട്ട് പോവാം. കേട്ടാ, പതുക്കെ തിന്നണേ, മണ്ടേ കയറും. മുക്കോല തൊട്ട് ഇതുവരെ വരുന്നത് അമ്മയ്ക്ക്, നടക്കുന്നത് അമ്മയ്ക്ക് പാടാണ്, പോസിബിൾ അല്ല. കാരണം ആഹാരം കഴിച്ചിട്ട് മരുന്നും കഴിച്ചിട്ട് അമ്മ ഇത്രയും ദൂരം, അറിയാലോ താലപ്പൊലി നിന്നേ വരുള്ളൂ. ഇങ്ങ് എത്തുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഉറക്കം വന്ന് ആകെ ക്ഷീണമാവും. 10-11 മണിയാവും. അപ്പോഴത്തേക്കും അമ്മ ആകെ തളർന്നു പോകും. ഇപ്പൊ തന്നെ അതേ മണി 8:30 ആയി. 8:30 ആയപ്പോ ഇതുവരെയും കുടപ്പനക്കൊന്നും എത്തിയതേ ഉള്ളൂ. നന്ദപ്പനെ കൊണ്ടുവന്ന് ആക്കിയേക്കണം. നന്ദപ്പന് വെളിയിൽ ചേട്ടൻ ഫുഡ് വാങ്ങാൻ പോയപ്പോഴത്തേക്കും അവന്റെ കൂട്ടുകാർ ഫ്രണ്ട് നിൽക്കണ കണ്ടുകൊണ്ട് ഇവിടെ വന്ന് എന്നെ മാക്സിമം കൺവിൻസ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പൊ അവന്റെ കൂട്ടുകാരുടെ കൂടെ പോയേക്കാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി 8:30 ആയി. ഇനി ഈ അവിടെ നിന്ന് കുടപ്പനക്കുന്നിന്ന് മുക്കോലെത്തി, മുക്കോലയിൽ പേരാപ്പൂർ അമ്പലം എത്തുമ്പോഴത്തേക്കും നല്ല താമസിക്കും. അപ്പോഴത്തേക്കും ഒന്നാമത് അമ്മ ഉറക്കഗുളിയും കൂടെ കഴിക്കണേ. അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റൂല, നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒക്കെ ഉപരി എനിക്കറിയാലോ, ഞാൻ പറഞ്ഞല്ലോ താലപ്പൊലിയുടെ തട്ടവും കുഞ്ഞിയും തളരും. എല്ലാം കൂടെ ആകുമ്പോ പറ്റൂല. അപ്പൊ ഞാനേ ഇനി പോയി അവളെ ഒരുക്കട്ടെ. നമുക്ക് അവളെ ഒരുക്കുന്ന വീഡിയോ കാണാം. ഉറക്ക പറയാമാ. എന്തിര് ഉറങ്ങൂന്നാ? ആ ശരി ശരി, ഞാൻ വിളിക്കൂല. ഞാൻ വന്ന് ഞാൻ കയറിക്കോളാം. നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടാ മതി കേട്ടാ. ബാ, രാവിലെ കണ്ടല്ലോ കുഞ്ഞിപ്പെണ്ണിന്റെ പൂക്കള സെറ്റ്. ബാ, ഇതിപ്പോ എടുത്ത പണി കിട്ടും, പതുക്കെ എടുക്കണോളൂ. കൊഴുന്ന് നമുക്ക് അങ്ങോട്ട് പോ. അച്ഛനല്ല, അമ്മയാണ് വാങ്ങിച്ച. താങ്കു അച്ഛാ പറയാൻ. ഇപ്പൊ ഇടണ്ട, ഇപ്പൊ ഇനി എടുക്കണ്ട. നമ്മള് ഇപ്പം ഇപ്പം പേരപ്പൂർ തുടങ്ങിയാണ്. ഇപ്പം അമ്മേനെ കളിയാക്കി തുടങ്ങുവാണ്. അയ്യേ മൂക്ക് അലക്കില്ലേ, അലച്ചതാണ്ട് മായന. എനിക്കിത് കാണുമ്പോ ഓർമ്മ വരുന്നതേ നമ്മുടെയൊക്കെ കുട്ടിക്കാലമാണ്. എൻ്റെ 8-ാം കല്ലിലാണ് എൻ്റെ താലപ്പൊലി എടുക്കുന്നതേ. അപ്പോൾ ഏണിക്കര മഹാദേവൻ ക്ഷേത്രത്തിൽ നിന്ന് 8-ാം കല്ല് വരെ നടന്നു പോവും. അപ്പോൾ എല്ലായിടവും നടന്നു തന്നെ, അങ്ങനെയല്ല. പക്ഷെ എങ്കിൽ അതൊരു ഭയങ്കര മൊമെന്റ് അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നടക്കാൻ പറഞ്ഞാൽ നടക്കുമെന്തോ. താലപ്പൊലി എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അത്ര തുടരുത്, ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താലപ്പൊലി എടുക്കാൻ. പറഞ്ഞോട്. താലപ്പൊലിക്ക് ഒരുങ്ങുവാണ്. പുതിയ പട്ടുപാവാട ഉടുപ്പ്. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കുത്തിയിട്ട് സംസാരിക്കാം. എന്താ ഭയങ്കര ഒരു കുത്ത്. തുടരുത്. ആകെയുള്ളൊരു സമാധാനം 10 മണിയായാലും 11 മണിയായാലും അമ്മയെ സേഫാക്കി മരുന്നൊക്കെ കൊടുത്ത് ഉറക്കാൻ പറ്റും എന്നുള്ളതാ. ഇല്ലെങ്കിൽ അതിലാകെ എനിക്കൊരു ടെൻഷൻ ആയേനെ. കാര്യം ഇപ്പൊ വരാനാ, താമസിക്കത്തില്ലേ? അപ്പൊ അത്രയും സമയം പാവം അമ്മ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പൊ അതൊരു ആശ്വാസമായി. മറ്റേത് പെട്ടുപോയനായിരുന്നു. ഇപ്പൊ അമ്മ സേഫായിട്ട് ഇനിയിപ്പം ആഹാരം കഴിച്ചിട്ട് വന്നിരിപ്പുണ്ട്. ഇനി മരുന്നും കൊടുത്ത് അമ്മ അങ്ങ് ഉറങ്ങിക്കോളും. പാടില്ല. മറ്റേതില്ലെങ്കിൽ ഞാൻ വരുന്നത് വരെ ഇരുന്ന് ഇനി അഥവാ കൊണ്ടുപോയാലും അമ്മയെ ശ്രദ്ധിക്കാൻ പറ്റാത്ത വിഷമം വേറെ. അറിയാമല്ലോ, ഭയങ്കര തിരക്കല്ലേ ഇന്നത്തെ ഒരു ദിവസം മാത്രം. അപ്പൊ അതൊരു ഇതായി. അമ്മ ഓക്കെയാണ്. പലർക്കും തോന്നാം, ഇടാ മക്കളെ, പലർക്കും തോന്നാം
അമ്മയും കൂടി കൂട്ടാമായിരുന്നില്ലേ, അടുത്തല്ലേ, താലപ്പൊലി അല്ലേ എന്നൊക്കെ തോന്നാം. പക്ഷെ പറഞ്ഞല്ലോ, അവിടുന്ന് ഇതുവരെ നടന്നു വരിക എന്നുള്ളത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പാടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അമ്മയുടെ കണ്ടീഷനിൽ. നേരത്തെ ആ ഒരു കണ്ടീഷൻ ആയിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മ അതിനൊന്നും പറ്റിയ ഇതല്ല. നല്ല താമസിക്കും എന്തായാലും. മുഖത്തെ കലാപരിപാടികൾ കഴിഞ്ഞ് ഇനി നമുക്ക് തലമുടിയിലോട്ട് പോവാം. തലമുടി പിന്നെ കുഞ്ഞപ്പെണ്ണിന് അത്യാവശ്യം കുറച്ചുള്ളതുകൊണ്ട് എന്ത് കരവിരുതാണോ തലമുടിയിലാക്കാം. പണ്ട് ഞാൻ ഡാൻസിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ വട വെച്ചിട്ട് കിട്ടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇനി പാതിരാത്രി ഞാൻ ഇനി വടക്ക് എവിടെ പോകാനാ? അതുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു ചുറ്റിക്കെട്ടങ്ങ് കെട്ടി. എന്തായാലും പിരുത്തിടാൻ ഉദ്ദേശമില്ല. താലപ്പൊലിയല്ലേ, തീയുണ്ടാവുമല്ലോ. അപ്പം ഇതാ നല്ലത്. മുഴുവൻ പൂവും കുഞ്ഞപ്പെണ്ണിനാണ് വാങ്ങിച്ചത്. തലയിലും കയ്യിലും കഴുത്തിലൊക്കെ ഇടാന്നൊക്കെ കരുതി. പക്ഷെ ചേട്ടൻ സമ്മതിക്കുന്നില്ല. കുറച്ച് ഞാൻ എൻ്റെ തലയിൽ വെക്കണമെന്ന് ആകെ നിർബന്ധം. അങ്ങനെ പിന്നെ കുറച്ച് മുറിച്ച് എനിക്കും കൂടെ മാറ്റി. ഞാൻ വിരലിൽ എണ്ണാവുന്നുള്ള സമയത്ത് മാത്രമേ തലയിൽ പൂ വെച്ചിട്ടുള്ളൂ. കല്യാണത്തിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്തോ 1-2 വട്ടം. എനിക്ക് പൂ വയ്ക്കുന്നതിനോട് താല്പര്യക്കേടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്, മണം ഇഷ്ടമാണ്, ഒക്കെയാണ്. പക്ഷെ തലയിൽ വയ്ക്കുന്നത് താല്പര്യമില്ല. നല്ല അടുത്ത് പോയി കാണില്ലേ. ഇനി വാ. ക്യൂടെക്സ് ആയോണ്ട് ലൈറ്റ് ആയിട്ടേ ഞാൻ ഇടുന്നുള്ളൂ. കാര്യം ഈ കയ്യിലും കൂടി ഇടുന്നുണ്ടേ, ലൈറ്റ് ആയിട്ടേ ഇടുന്നുള്ളൂ. ഇല്ലെങ്കിൽ കഴിക്കാൻ ഭാഗത്ത് പോയാലോ. മക്കളെ കാലിലും കൂടി ഇട്ടരട്ടെ അമ്മ? വേണ്ടേ? വേണ്ട. കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കി കഴിഞ്ഞേ, വേണ്ട, ഒരുക്കി ഇവിടെ ഇരുത്തിയിരിക്കുന്ന TV ഇട്ട് കൊടുത്ത്. ഇനി കുറച്ച് കലാപരിപാടികളുണ്ട്. കൊഴുന്ന് വെച്ചില്ല, നെറ്റിച്ചുട്ടി വെച്ചില്ല. അത് ലാസ്റ്റ് ഞാനും കൂടെ ഇറങ്ങിയിട്ട് വെക്കാം, അല്ലെങ്കിൽ അവള് ചളാക്കും. ഇനി അടുത്ത് അമ്മയ്ക്ക് മരുന്നും കൂടെ കൊടുത്ത്. അമ്മ ഫുഡ് കഴിച്ച് കഴിഞ്ഞേ. അപ്പൊ അമ്മയ്ക്ക് ഗുളിക. ഇടയ്ക്ക് എന്നോട് വീഡിയോയില് നമ്മളെ കിച്ചൺ കാണിച്ച സമയത്ത് കുറെ പേര് പറഞ്ഞു കിച്ചണില് മരുന്ന് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അപ്പൊ തന്നെ കേട്ടോ, അന്ന് തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മരുന്ന് ഇവിടെയാണ്. ഓരോരുത്തർക്കും ഓരോ പോർഷനാണ് മരുന്ന്. അമ്മ കഴിക്കുന്ന മരുന്നുകളാണേ. അമ്മ അഭിനയിക്കുന്നു, അമ്മയും നല്ല നടിയായി എന്നൊക്കെ പറയുന്നവര് അമ്മ കഴിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റുകളൊക്കെ കണ്ടാൽ കണ്ണു തള്ളും. ആരോ പറഞ്ഞു, ആ പാവം വയ്യാതെ കിടന്ന വീഡിയോ എടുത്തപ്പോ അതില് ആ മനുഷ്യന്റെ ഇത്തിരി സൗണ്ട് കേട്ടു. പിന്നെ ഞാനൊരു മൈക്ക് വെച്ചിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ന് അമ്മ മോശം സംസാരിച്ചപ്പോ അതിന്റെ പേരിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്തു. അതിന്റെയൊക്കെ പേരില് പാവം അവരും അഭിനയിച്ചെന്നായി. അവരെ ഭീഷണിപ്പെടുത്തി അഭിനയിപ്പിച്ചു എന്നായി. അങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ. ഒരു ലേഡി എന്ന് പറയുന്ന നിരത്തി പിടിച്ചൊരു essay മാതിരി ഒരു എടുത്തേക്കുന്നു. അതായത് മിനിറ്റുകളൊക്കെ കാണിച്ചിട്ട് അതിൽ പറയുന്ന കേട്ടു ആ പാവത്തിനെ ഞാൻ ഭീഷണിപ്പെടുത്തി അഭിനയിച്ചെന്നാ പറഞ്ഞു കൊടുത്ത് അഭിനയിപ്പിച്ച. എന്തൊക്കെ പറയണ കേട്ടു. അയ്യോ അയ്യോ, അഭിനയിക്കുന്നവർ കഴിക്കുന്ന മരുന്നുകളാണ് കേട്ടോ ഇത്രയും. ഇതുപോലെ രാവിലെയും കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്കും കഴിക്കുന്നുണ്ട്. ഡോക്ടർമാർക്ക് തെറ്റിയായിരിക്കും അല്ലേ അഭിനയിക്കുന്ന അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം. അയ്യോ അയ്യോ, എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. റെസ്പോൺസ് വീഡിയോ പരിപാടിയൊക്കെ നിർത്തിയതുകൊണ്ട് ഒന്നും പ്രതികരിക്കുന്നില്ല. മരുന്ന് കൊടുക്കാം. ഇങ്ങ വാ ഇങ്ങ വാ ഇങ്ങ വാ. വാ, വയറ് വീർത്താ? എന്തര്? രാവിലെ വരാന്ന് പറയാം. രാവിലെ വരാം. ഞാൻ വിളിക്കണ്ടല്ലോ. വിളിക്കില്ല. അമ്മ എവിടെ കൊണ്ടുപോണ ഗ്ലാസ്? ഇങ്ങ കൊണ്ടുപോവാ അമ്മ. എവിടെ കൊണ്ടുപോണ ഗ്ലാസ്? ഫ്ലാറ്റൊക്കെ ഞാൻ അകത്ത് വെച്ചല്ല, ഇങ്ങോട്ട് അടിക്കും നിങ്ങൾ. ഇത് എന്തൊരു കാണിക്കണത്? ഇതിപ്പോ പോയി കിടന്ന് ഉറങ്ങപ്പോ. ആ അയ്യോ, ഇനി വാ. കുഞ്ഞിയെ കണ്ടില്ലല്ല, കൊച്ചിനെ ഒരുക്കിയത് കണ്ടില്ലല്ല. കുഞ്ഞിയോ കുഞ്ഞോ, ഇനി വാ, അച്ചാമ്മ കാണട്ടെ മക്കളാ.
പതുക്കെ പതുക്കെ പതുക്കെ. കണ്ടാ കൊള്ളാമോ? കണ്ട നോക്ക് കൊച്ചു കണ്ടാന്ന് ചോദിക്കണ നോക്ക്. കണ്ടാ കൊള്ളാമോ? ആ ഇവിടെ ഇരുന്നോണ്ടേന്ന് കേട്ടാ. ആ പോയി കിടന്ന് തുടങ്ങിക്കോളിയും പോയി. അച്ചമ്മയ്ക്ക് വയ്യ മക്കളെ. അച്ചമ്മയ്ക്ക് ഇപ്പൊ അഭിപ്രായം ഒന്നും പറയാൻ പറ്റൂല. മക്കള് പോ. ഇന്ന് അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ടി വി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങാം. നന്ദപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു ആരുടെ ഫോണിൽ നിന്ന് എരപ്പൂഴി എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട്. അവ അങ്ങനെ എന്നാ പാവ. കുഞ്ഞു ഇവിടെ ഇരിക്കണേ, അമ്മ ഇറങ്ങിയിട്ട് വരാമേ. ഞാൻ താലപ്പൊലിക്ക് പോവുകയാണ്. നടന്നു പോവുകയാണ്. അവിടെ ഒരു പൂമ്പാറ്റയും അച്ഛനും എടുത്തിരുന്നു. അപ്പോൾ ഹലോ ഗൈസ്, താലപ്പൊലിക്ക് പോവുകയാണ്. ഹലോ ഗൈസ്, താലപ്പൊലിക്ക് പോകുവാണ്. ഞാൻ സുന്ദരിയ എവിടെ സുന്ദരനാ പൂ വെച്ചു. അത്ഭുതം ഞാൻ പൂ വയ്ക്കാറില്ല, അതൊന്ന് പൂ വെച്ചു. അപ്പൊ ആട്ടി കുലുക്കി തള്ളി നോക്കിയാണ്. കുലുക്കി തകതെ അപ്പൊ നമ്മള് ഇറങ്ങുവാണ്. മണി ഇപ്പൊ തന്നെ 9:30 കഴിഞ്ഞു. നന്ദപ്പം വിളിച്ചു കിഴക്കേ മുക്കോലെത്തി എന്ന് പറഞ്ഞു. അതായത് മുക്കോലേക്ക് തൊട്ടടുത്തെത്തി. അപ്പൊ ഞങ്ങളിതേ ഇറങ്ങുവാണ്. അപ്പൊ ഇനി ഇതിന്റെ ഇടയിൽ കൂടെ ക്യാമറ കണ്ണുകളിലൂടെ താലപ്പൊലി കാണാം. ക്യാമറമാർ ഇപ്പൊ ആകെ എന്റെ തെളിവുകളൊക്കെയാണ്. ക്യാമറമാർ ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെ പുറകെ ഫോണിലോട്ട് നടക്കുന്നുണ്ട്. രണ്ട് സുന്ദരിമാർ പറ. അങ്ങനെ നമ്മളിതേ മുക്കോലെത്തി. മുക്കോല താലപ്പൊലിക്ക് വേണ്ടിയിട്ട് കുറേ പേരുണ്ടായിരുന്നേ. എല്ലാവരും അവിടെ റെഡിയായി നിൽക്കുവാണ്. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പരിചയമുള്ളവരെല്ലാവരുമായിട്ട് കുശലാന്വേഷണമൊക്കെ നടത്തി. അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. അമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇനി നമ്മൾ താലപ്പൊലിയിലേക്ക്.
കുഞ്ഞപ്പെണ്ണ് അലമ്പായ നിമിഷങ്ങൾ ഇവിടം തൊട്ടായിരുന്നേ സ്റ്റാർട്ട് ചെയ്തത്. കുറേ സമയം നിൽക്കേണ്ടി വന്നു ഒരിടത്ത്. ആ ഒരു വൈബ് വന്നേ, നിൽക്കുകയല്ലേ, പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നത് മോസ്റ്റും കുഞ്ഞയുടെ അംഗൻവാടിയിലെ കൂട്ടുകാരൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നല്ലൊരു വൈബ് കിട്ടി. ഓക്കെ, അംഗൻവാടിയിലൊരു അറ്റ്മോസ്ഫിയർ കിട്ടി. കൂടെ കുറേ പേരുണ്ടായിരുന്നു അംഗൻവാടിയിലെ. കുറേശ്ശെ അങ്ങ് പോകെ എല്ലാം പാക്ക് നിന്നവർ ഫ്രണ്ടിലും ഒക്കെ ആയി. കൂട്ടുകാരല്ലേ, അംഗൻവാടി കൂട്ടുകാരെല്ലാം കൂടെ ഒരു സെറ്റായി. കുറേ സമയം നിൽക്കേണ്ടി വന്നെങ്കിൽ പോലും എൻ്റെ കുഞ്ഞപ്പെണ്ണോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ ഒന്നും ബോറടിക്കാത്തത് നമ്മുടെ ഫ്രണ്ടിൽ പോയ വണ്ടിയിലെ പൂക്കാരി പിള്ളേരാട്ടോ. അവന്മാർ നല്ല വൈബായിരുന്നു. അവന്മാർ പൂവാരി എറിഞ്ഞ് പിള്ളേരെ പ്രൊവോക്കേറ്റ് ഈ പിള്ളേർ തിരിച്ച് ഈ പൂവാരി നല്ല രസമായിരുന്നു. എന്തോ രസമായിരുന്നെന്നറിയോ, ഇവർ തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അമ്പലത്തിലേക്ക് കയറുവാണ്. അമ്പലത്തിലേക്ക് കയറുന്ന ആ മൊമെൻറ്റ്സാണ് ഈ കാണുന്നത്. എല്ലാം കഴിഞ്ഞാണ് അറിഞ്ഞത് തെയ്യം ഉണ്ടെന്ന്. കാണാൻ പറ്റിയില്ല കേട്ടോ, കാരണം വീട്ടിൽ പോകേണ്ട തിരക്കായിപ്പോയി. അങ്ങനെ ഞങ്ങളിനി വീട്ടിലോട്ട്. ഹലോ ഗായ്സ്, സമയത്തിനായി മണി 1 ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പൊ എന്റെ ശോഭനാമ്മയെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. അപ്പൊ ഇന്ന് നമ്മള് കഴിക്കുകയാണ്. ഇന്ന് നമ്മള് ഇവിടെ പോയിട്ടാണ് ഇന്ന് നമ്മള് വളാക്ക് ഒന്ന് പറഞ്ഞോട്ടോ. അപ്പോ ഇതോടുകൂടി ഞങ്ങളുടെ ഈ വർഷത്തെ പേരാപ്പുരു താലപ്പൊലിയും ഉത്സവങ്ങളൊക്കെ അവസാനിച്ചു. അപ്പൊ എല്ലാ വിശേഷങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കമന്റ് വന്നിട്ട് ഒരു ചേച്ചി പറഞ്ഞു, ചേച്ചി ഇവിടെയുള്ള എല്ലാം പുറത്താണ്, അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പേരാപ്പൂര് നാട്ടിലെ ആഘോഷം കാണാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്തിരുന്നു. സോ ഞാൻ ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. അപ്പോൾ യാത്ര പറയുന്നില്ല, രാത്രിയല്ല വെളുപ്പിനായി, യാത്ര പറയണില്ല. എനിവേ നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. ടാറ്റാ.